പെണ്ണെന്തെങ്കിലും സംഭവിച്ചാൽ താൻ സമാധാനം പറയേണ്ടി വരും. നീ ഇവിടെ ഉണ്ടാവണം. ഹരേട്ടാ, ഇന്നു മുതലാണ് നമ്മുടെ ഈ അരവെട്ടി അമ്പലത്തിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയായത്? 7 കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നില്ലല്ലോ ഉത്സവം നടത്തിയിരുന്നത്. ഇതൊക്കെ ആരാ മാറ്റണം? ഇതൊന്നും കൈകെട്ടി നോക്കിക്കാൻ നമുക്ക് പറ്റില്ല. അനൂപേ, ഒരു മിനിറ്റ്. ലക്ഷ്മേട്ടാ, ഞാൻ വിളിക്കാം. അനൂപേ, ലക്ഷ്മേട്ടാ, ഞാൻ വിളിക്കാം. അനൂപേ, ഇത് ആചാരങ്ങളുടെ കാര്യമാണ്. ക്ഷേത്രത്തിലെ നൃത്തോത്സവത്തിന്റെ ഭാഗമായി അന്യമതക്കാരിയായ ഒരു പെൺകുട്ടി ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം കളിക്കുന്ന ആചാരപരമായിട്ട് തെറ്റാണ്. അതാണ് വിശ്വാസികളുടെ വികാരം. ഇതാ കുഴപ്പം. എന്തെങ്കിലും പറയാനിറങ്ങും മൊബൈലിനകത്തോട് നോക്കിക്കൊണ്ടിരിക്കും. എന്ത് പ്രശ്നം? പോകാൻ പറ. ഹരിയത് പറയരുത്. കലാമണ്ഡലം ഹൈദരാലിയുടെ കഥകളിയും ഇബ്രാഹിം വേങ്ങരയുടെ നാടകവും നടന്നിട്ടുള്ള അമ്പലമാണിത്. പിന്നല്ലാണ്ട് മാർക്കോസിനെ കൊണ്ടുവന്ന് എത്ര തവണ പാടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അയാളുടെ പാട്ടിനെ കുറിച്ചല്ലാണ്ട് ജാതിനെ കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല. ഇവിടെ സംഭാവന തരുന്നതിൽ അധികവും അന്യമതസ്ഥരാണ്. കാണാൻ വരുന്നത് പല മതക്കാരുമാണ്. അപ്പൊ ഇതൊരു ശരിയായ പരിപാടിയല്ല. ഇതിവിടെ അരവട്ടി അമ്പലത്തിൽ നടക്കില്ല. നടത്തി കാണിച്ചു തരാടാ. ഇവളെ ഈ അമ്പലത്തിൽ അടിക്കൂല. അതിനെ അരിയേട്ടനൊന്നും കൂടി നോക്കാൻ വന്നിരിക്കുന്നു. പൊന്നംകുളത്തോട്ടൊക്കെ പോവാം. മതിലേരി വഴി പോണം. 200 രൂപയാവും. എന്നാ കയറ്. പൊന്നംകുളത്തെവിടെ? പോലീസ് സ്റ്റേഷൻ. സാറേ, ട്രാൻസ്ഫർ ചെയ്യുന്ന എത്രയും ഓ ഉള്ള എന്നാ മതി. സാറിനോടൊക്കെ എന്താ പറയാനാ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മതി. ഇതിൽ കുറവുള്ളത് ഇനി വരുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഹലോ, പൊന്നംകുളം പോലീസ് സ്റ്റേഷൻ. ഇല്ലില്ല, ഈ സാർ കെട്ടില്ല. രാജേന്ദ്രൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാ. പഞ്ചായത്തിൽ ഞാനടക്കം 2 മെമ്പർമാരെ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ ഡൽഹിയിൽ ഞങ്ങളാണെന്നുള്ള ആരും സെക്രട്ടറി മറക്കരുത്. ജനപ്രതികളെ വിലക്കെടുത്ത് മറുകണ്ഠം ചാടിക്കുന്നത് ഞങ്ങൾക്കൊരു പുത്രിയില്ലെന്ന് ഓർത്തോണം. ഈ ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെ പോയതാ. സംശയമുണ്ടോ? ഞാനിവിടെ സ്റ്റേഷനിലൊരു പോലീസുകാരുടെ ബർത്ത്ഡേ പരിപാടിയായിട്ട് നിൽക്കുക. വിളിക്കാം. സാറേ. എന്തോ? സാറെ കാണാൻ. എന്നെയോ? എന്താ പ്രശ്നം? അല്ല, ഇൻസ്പെക്ടർ സാറിനെ ഒരു പരാതി പറയാൻ. അയ്യോ, ഇവിടെ ഒരു മംഗളകാര്യം നടക്കുമ്പോഴാണ് ഇൻസ്പെക്ടറെ കാണുന്നത്. അവിടെ നീങ്ങിക്കിടന്നോളൂ. എന്തുവാടോ മെമ്പർ ജെപി നിന്ന് കറങ്ങുന്നത്? അതാ CPO കാവേരിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടുവന്നാ. ഓ, മോളെ എൻ്റെ കോപ്പി ഒന്ന് എടുത്ത് വെച്ചാലേ. ആ, ഹലോ, ഇവാരാ? ഞാൻ സ്റ്റേഷനിലൊരു ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് വന്നു. ഞാൻ ബ്ലോക്കറാ വിളിക്കാം. ജെപി, എന്നാ വേണേ? എൻ്റെ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഒന്ന് ക്ലിയർ ആക്കണം. ഇവിടെ ഈ മാവോസിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആകെ ടെൻഷനാണ്. അതൊന്നും കുഴപ്പമില്ല, ആക്കി ശരിയാക്കാം. ഇത് കുറേ നാളായി ശരിയാക്കി തരാമെന്ന് പറയുന്നത്. അല്ല, കുറേ നാളായെന്ന് പറഞ്ഞിട്ട് അവരുടെ പൂക്കൊന്ന് മൈസൂരിടാൻ പറ്റൂ. ഇതൊക്കെ ഇവിടുന്ന് മേടിച്ചോണ്ട് പോയി സെക്രട്ടേറിയറ്റ് കൂടെ പോയി ഓർഡറൊക്കെ മേടിച്ചോണ്ട് പ്രൊമോഷൻ ട്രാൻസ്ഫർ അല്ലേ? അയ്യോ, പ്രൊമോഷൻ ട്രാൻസ്ഫർ വേണ്ട. പിന്നെ ട്രാൻസ്ഫർ മതി. ട്രാൻസ്ഫർ മതിയായിരുന്നു. അത് നേരത്തെ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടോ. എന്തായാലും അനീഷിന്റെ പേര് മനസ്സിൽ കൊത്തി വെച്ചിരിക്കുക. അനീഷ് അല്ല, ബിനീഷ്. ബിനീഷായിരുന്നു. ഞാൻ അനീഷിനെ വിളിച്ചോളൂ. നക്ഷത്രത്തിന്റെ മോനെ കുത്തി കയറി. സെപ്റ്റിക് ആയിരുന്നാൽ മതിയായിരുന്നു. മൊത്തത്തിൽ തുരുമ്പാ. എസ് ഐ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറിന്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്കോട്ട് വരായിരുന്നേ. എൻ്റെ ഭാര്യ സലോമിക്ക് ചെറിയ അസുഖമായിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും വിചാരിച്ചേക്കരുത്. ആ ശരി. അല്ല,
നിങ്ങൾ രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ കല്യാണം കഴിച്ച നിന്നതുള്ള ടീമുകളാണല്ലോ. എന്നിട്ട് താൻ കല്യാണം കഴിച്ചത് സലോമിയെ. കൊള്ളാം. അയ്യോ മാഡം തെറ്റിദ്ധരിച്ചിരിക്കുക. കറുവാപ്പസ് കുഴപ്പമില്ല, ഈ ലൗകികാതാണ് പ്രോബ്ലം. അതാ മാഡം എൻ്റെ ഒരു- മാം ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ ഞാൻ വരാം. ഇപ്പൊ ഭക്ഷണം കഴിച്ചോളൂ. നോക്കാം. കാവേരി സാറേ, ഈ പിറന്നാളൊക്കെ ആയിട്ട് ഈ യൂണിഫോം മാറ്റിയിട്ടുള്ള സെറ്റ് സാരിയോ ചുരിദാറോ ഒക്കെ ആക്കായിരുന്നു. ഒന്ന് പോ ജേപ്പി. മാഡം ഞാൻ പോരാ. സാർ ഇൻസ്പെക്ടർ ഒന്ന് കാണാൻ. എസ് ഇച്ചിരി തിരക്കില്ല. CSRനെ കാണാനാണെങ്കിൽ സാറ് വീട്ടിൽ പോയിരിക്കുക, തിരിച്ചെത്തിയിട്ടില്ല. വെയിറ്റ് ചെയ്യൂ. സാറേ അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. കൊച്ചെ ഞങ്ങൾ അന്വേഷിച്ചു. ഈ ഗാർഹിക അക്രമം തടയാനുള്ള ഉഗ്ര നിയമമാണ് 498A. അതിൽ ഉടായ്പ കേസ് ഏതാ ജെനുവിൻ ഏതാന്ന് പോലീസിന് എളുപ്പം മനസ്സിലാവും. സാറേ എനിക്ക് സാറ് സംസാരിക്കല്ലേ മാറി. നീ ആ കൊടുത്തിരിക്കുന്ന ഡിവോഴ്സ് എളുപ്പം കിട്ടാനും അതുവഴി നിന്റെ പഴയ ആളെ കെട്ടാനുമല്ലേ. നീ അതിനൊരു കാര്യം ചെയ്യും, നിന്റെ ഡിവോഴ്സ് ഞാനങ്ങ് സെറ്റിൽ ചെയ്തെന്നാ പോരെ. അതിനാ പാവം പോറ്റിപ്പയ്യനെ കള്ളക്കേസിട്ട് ജാമ്യം കിട്ടാതെ അകത്തിരണോ. നിനക്കെന്താ എത്ര നിർബന്ധം? നീ ഒന്നുകൂടെ ആലോചിക്കേ. സാറേ എന്റെ വണ്ടി ഇതുവരെയായിട്ട് SI സാറ് വിട്ടെന്നിട്ടില്ല. അവിടേക്ക് പറയാം. 10 ക്രിമിനൽ കേസ് എടുത്തല്ലോ, 5 രൂപമാരുണ്ട്. അത് ശരി. ആഹാ എന്നാ മുറിക്കാം. സർക്കിൾ സാറേ, എല്ലാ കാര്യങ്ങളും സെറ്റല്ലേ? താൻ ഫുൾ ടൈം സ്റ്റേഷനിലാണല്ലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സാറേ, ഒരു മംഗളകാര്യം നടക്കുമല്ലേ? ഇതിന്റെ ഭാര്യ സലോമിയുടെ കേൾക്കാം, റെഡ് വെൽവെറ്റ്. ഇതൊക്കെ തിന്നാൻ കൊള്ളാവുന്ന സാധനാ. എവിടെ ബർത്ത്ഡേക്കാരി? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എല്ലാരും കേക്ക് കടിക്കാം. വാണീഷാണ് എവിടെ? കേക്ക് മുറിക്കാൻ പോവാ. എല്ലാവരെയും വിളിക്കാം. ഒന്ന് മാറിക്ക്. വയറാടും. അതാ മാറ്റാൻ പറഞ്ഞ. കാവേരി സാറേ, ഇനിയെങ്കിലും അധികാര തൊപ്പി എടുത്ത് താഴെ വെക്കേ. ഇനി ബർത്ത്ഡേ തൊപ്പി അവിടെ വെച്ച് ആടി പോളി. ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കരുത്. ഫേസ്ബുക്കിലൊക്കെ വന്ന വലിയ പ്രശ്നമാണ്. ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റി ഞാൻ. ഇല്ല എടുത്തിട്ടില്ല. അപ്പോഴേ കട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ബർത്ത്ഡേ ഒരുത്തനും കണ്ടില്ല, നിന്ന് ഒലിപ്പിക്കുന്ന കണ്ടില്ലേ. മാഡം സീനിയർ ആയില്ലേ? അത് ജൂനിയർ. എന്താണോ ഇത്? ഇത് റെഡ് വെൽവെറ്റ് കേക്ക്. എന്റെ ഭാര്യ സലോമി ഉണ്ടാക്കിയതാ. സാറിനൊരു കഷ്ണം വേണമെങ്കിൽ. അതല്ല, എന്ത് കോപ്പാ ഇവിടെ നടക്കുന്നേന്ന്. താനാരാ? ഞാൻ ഈ പരിവാർ. ഇയാൾ ഇവിടുത്തെ മെമ്പറാ. ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ടാ ഈ പോലീസുകാരും പൊതുജനത്തിന്റെ ഇടയ്ക്കൊരു പാലമായിട്ട് സത്യമായിട്ട് ഞാൻ പാവാ സാറേ. ഒരു സ്റ്റേഷൻ ഇങ്ങനെയാണോ ഡിസിപ്ലിൻ ആവേണ്ടത്? മാഡം താനിങ്ങ് വന്നേ. താനെങ്ങോട്ടായി കുത്തിക്കറി പോണേ? അങ്ങോട്ട് മാറിക്കിടും. ഞാൻ നേരത്തെ പറഞ്ഞ മാറിയിക്കാൻ. അല്ല അവരുടെ ചൂടാവണം. അവർക്ക് ഇച്ചിരി കേക്ക് എടുത്ത് തിന്നാ പോലും.